നമ്മൾ ഇന്ന് കെട്ടിപ്പടുത്തിയിരിക്കുന്ന കർക്കശമായ നിയമങ്ങളും മതപരമായ ചട്ടക്കൂടുകളും വിവാഹം പോലെയുള്ള സാമൂഹിക ഉടമ്പടികളും നിലവിൽ വരുന്നതിനും എത്രയോ മുമ്പ്, അതായത് BC 50,000 മുതൽ 10,000 വരെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യബന്ധങ്ങൾ എങ്ങനെയായിരുന്നു? അത് വെറും മൃഗീയമായ ഒന്നായിരുന്നു, അതോ ഇന്ന് നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ സുന്ദരമായിരുന്നു? യഥാർത്ഥത്തിൽ ആ കാലത്തെ ബന്ധങ്ങൾ തികച്ചും സ്വാഭാവികവും അതേസമയം അങ്ങേയറ്റം പ്രായോഗികവുമായിരുന്നു. ഇന്ന് നമ്മൾ സിനിമകളിലും കവിതകളിലും കാണുന്ന തരത്തിലുള്ള റൊമാൻറ്റിക് പ്രണയം എന്ന സങ്കല്പം അന്ന് വികസിച്ചിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ അന്നുണ്ടായിരുന്നു. അന്ന് പ്രണയമെന്നത് വെറുമൊരു മനോഹരമായ സ്വപ്നമായിരുന്നില്ല, മറിച്ച് പരസ്പര സംരക്ഷണത്തിന്റെയും അതിജീവനത്തിന്റെയും ഉറച്ച ഉടമ്പടിയായിരുന്നു. ശാരീരികമായ കരുത്ത്, വേട്ടയാടാനുള്ള വൈദഗ്ധ്യം, വിഭവങ്ങൾ കണ്ടെത്താനുള്ള അറിവ് എന്നിവയായിരുന്നു അന്നത്തെ പ്രധാന ആകർഷണ ഘടകങ്ങൾ. മികച്ച അതിജീവന ശേഷിയുള്ള പങ്കാളികളെയാണ് പുരുഷന്മാരും സ്ത്രീകളും തേടിയിരുന്നത്. മുഖത്തെയും ശരീരത്തിലെയും അടയാളങ്ങൾ, പ്രത്യേക ആഭരണങ്ങൾ, ചലനങ്ങൾ എന്നിവയായിരുന്നു അക്കാലത്തെ ആകർഷണത്തിന്റെ ഭാഷ. ആധുനിക കാലത്ത് നമ്മൾ കേൾക്കുന്ന ആൽഫ മെയിൽ എന്ന കർക്കശമായ അധികാര ശ്രേണി അന്നത്തെ നാടോടി ഗോത്രങ്ങളിൽ വളരെ കുറവായിരുന്നു. ശാരീരിക ബലത്തേക്കാൾ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവും വൈദഗ്ധ്യത്തിനുമാണ് അന്ന് പ്രാധാന്യം നൽകിയിരുന്നത്. ആധിപത്യം സ്ഥാപിക്കുന്നവരെക്കാൾ ഗ്രൂപ്പിനെ സുരക്ഷിതമായി നയിക്കാൻ കഴിവുള്ളവർ ഗോത്രത്തിൽ ബഹുമാനിക്കപ്പെട്ടു. എല്ലാവരും തുല്യമായി ഭക്ഷണം പങ്കുവച്ചിരുന്നതിനാൽ ഒരു വ്യക്തിക്ക് മാത്രമായി അധികാരം നിലനിർത്തുക അസാധ്യമായിരുന്നു. ഇന്നത്തെ പോലെ ഒരു പങ്കാളി മാത്രം എന്ന നിയമം അന്ന് ഒരു സാമൂഹിക നിർബന്ധമായിരുന്നില്ല. ദീർഘകാല ബന്ധങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും അത് ഇന്നത്തെ പോലെ ആജീവനാന്ത കരാറുകളായിരുന്നില്ല. ആവശ്യാനുസരണം പങ്കാളികളെ മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഇരു വിഭാഗത്തിനുമുണ്ടായിരുന്നു. വിവാഹം എന്ന സ്ഥാപനം നിലവിലില്ലാത്തതിനാൽ വിവാഹേതര ബന്ധം എന്ന സങ്കല്പം അന്നുണ്ടായിരുന്നില്ല. ലൈംഗികതയെക്കുറിച്ച് ഇന്നത്തെ പോലെയുള്ള രഹസ്യാത്മകതയോ പാപബോധമോ ഇല്ലാതെ അതിനെ പ്രകൃതിദത്തമായ ഒരു പ്രക്രിയയായാണ് അവർ കണ്ടിരുന്നത്. എന്നാൽ ഗോത്രത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായ സ്വകാര്യത അന്ന് അസാധ്യമായിരുന്നു. മനുഷ്യർ എപ്പോഴും മറ്റുള്ളവരാൽ ചുറ്റപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഗുഹകളിലോ താൽക്കാലിക താവളങ്ങളിലോ എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞിരുന്നതിനാൽ ശാരീരികവും വൈകാരികവുമായ മറകൾ കുറവായിരുന്നു. ഒറ്റപ്പെടുക എന്നാൽ അത് വലിയ അപകടമായാണ് അവർ കണ്ടിരുന്നത്. കരുത്തുറ്റ സ്ത്രീത്വവും പങ്കുവയ്ക്കപ്പെട്ട ദുഃഖങ്ങളും നിരന്തരമായ സഞ്ചാരവും പ്രകൃതിദത്തമായ ഭക്ഷണവും അന്നത്തെ സ്ത്രീകളെ ശാരീരികമായി അതിശക്തരാക്കി. അവർ സമൂഹത്തിന്റെ കേന്ദ്രസ്ഥാനത്തായിരുന്നു. ആഹാരശേഖരണം, ശിശുപരിപാലനം, തീരുമാനങ്ങളെടുക്കൽ എന്നിവയിൽ അവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മാതാപിതാക്കളും കുട്ടികളുമായുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു. പക്ഷേ അത് ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന രീതിയിലായിരുന്നില്ല. കുട്ടികളെ വളർത്തുന്നത് മാതാപിതാക്കൾ മാത്രമല്ല, ഗോത്രം മുഴുവൻ ചേർന്നായിരുന്നു. കുട്ടികൾക്ക് ഗോത്രത്തിലെ എല്ലാ മുതിർന്നവരിൽ നിന്നും സ്നേഹവും അറിവും ലഭിച്ചു. പ്രസവാനന്തര വിഷാദമോ ഒറ്റപ്പെടലോ അമ്മമാർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം വൈകാരികമായ ദുഃഖങ്ങൾ ഗോത്രം ഒന്നിച്ചു പങ്കിട്ടു. ചുരുക്കത്തിൽ നാഗരികതയുടെ ചട്ടക്കൂടുകൾ ഇല്ലാതിരുന്ന ആ കാലത്ത് മനുഷ്യനെ ബന്ധിപ്പിച്ചത് നിയമങ്ങളല്ല, മറിച്ച് പരസ്പരമുള്ള ആവശ്യകതയും അഗാധമായ വിശ്വാസവുമായിരുന്നു. അന്ന് മനുഷ്യർ വിഭജിക്കപ്പെട്ടത് വിലാസങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് അവർ ഒന്നിച്ചു നേരിട്ട വെല്ലുവിളികൾ കൊണ്ടായിരുന്നു. അന്നത്തെ മനുഷ്യർക്ക് വീടുകളെന്നത്
കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച മതിലുകളായിരുന്നില്ല. ഗുഹകളും ശിലാഗേഹങ്ങളും നദീതീരങ്ങളും അവർ മാറി മാറി ഉപയോഗിച്ചു. കുടിയേറ്റമെന്നാൽ അന്ന് വിഭവങ്ങൾ തീർന്നു പോകുന്നതിന് എതിരെയുള്ള മുൻകരുതലായിരുന്നു. മൃഗങ്ങളെയും ശുദ്ധജലത്തെയും അനുകൂല കാലാവസ്ഥയും പിന്തുടർന്ന് അവർ സഞ്ചരിച്ചു. ഒരേ ഭൂപ്രദേശങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ വീണ്ടും വീണ്ടും സന്ദർശിച്ചത് പ്രകൃതിയെക്കുറിച്ചുള്ള അവരുടെ അഗാധമായ അറിവിന്റെ തെളിവാണ്. ഗോത്രജീവിതത്തോട് പൊരുത്തപ്പെടാത്ത വിമതർ അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രൂപ്പിന്റെ അതിജീവനത്തിന് ഭീഷണിയാകുന്ന പെരുമാറ്റം അനുവദിക്കപ്പെട്ടിരുന്നില്ല. അപകടകാരികളായ വ്യക്തികളെ സംഘം തിരുത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്തു. അരാജകത്വമില്ലാതെ തന്നെ വൈവിധ്യങ്ങളെ അംഗീകരിച്ച ഒരു സന്തുലിതാവസ്ഥയായിരുന്നു അത്. സഞ്ചാരം മനുഷ്യന്റെ മനസ്സിനെ കൂടുതൽ വഴക്കമുള്ളതാക്കി മാറ്റി. ആധുനിക മനുഷ്യനിലെ അസ്വസ്ഥതയും കുടിയേറാനുള്ള ആഗ്രഹവും ഈ പുരാതന മനഃശാസ്ത്രത്തിന്റെ പ്രതിധ്വനികളാണ്. കൃഷി തുടങ്ങുന്നതിന് മുമ്പേ കല ഉദയം ചെയ്തു. ഗുഹാചിത്രങ്ങളും സംഗീതവും വെറുമൊരു അലങ്കാരമായിരുന്നില്ല, മറിച്ച് ഭയം കുറയ്ക്കാനും ഗോത്രത്തെ മാനസികമായി ബന്ധിപ്പിക്കാനും മരണത്തെ മനസ്സിലാക്കാനും സഹായിച്ച അനിവാര്യമായ ഉപകരണമായിരുന്നു. അപകടകരമായ ലോകത്ത് അർത്ഥം കണ്ടെത്താൻ കലയും അതിജീവിക്കാൻ പരസ്പര സഹകരണവും അവരെ സഹായിച്ചു. പൊരുത്തപ്പെട്ട മനുഷ്യർ അതിജീവിച്ചു. മാറ്റങ്ങളെ എതിർത്തവർ അപ്രത്യക്ഷമായി. നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പണ്ട് എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത്? ജീവൻ എങ്ങോട്ടാണ് പോകുന്നത്? പ്രകൃതിയുടെ ഈ നിഗൂഢതകളെ ആരാധിക്കാനല്ല, മറിച്ച് മനസ്സിലാക്കാനായിരുന്നു ആദിമ മനുഷ്യന്റെ ശ്രമം. ദൈവങ്ങൾക്ക് പേരുകൾ നൽകപ്പെടുന്നതിനും മതങ്ങൾ പിറക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ പ്രായോഗികമായ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ മനുഷ്യൻ ചോദിച്ചു തുടങ്ങിയിരുന്നു. മതങ്ങൾ പിറക്കുന്നതിനും മുൻപേ മനുഷ്യൻ പ്രകൃതിയെ നിരീക്ഷിച്ചു തുടങ്ങി. ആദ്യകാല മനുഷ്യർ തങ്ങളെ പ്രകൃതിയിൽ നിന്ന് വേറിട്ടവരായി കണ്ടിരുന്നില്ല. നദികളും മരങ്ങളും കാറ്റും തീയും വെറും വസ്തുക്കളായിരുന്നില്ല. അവർക്കത് സ്വന്തമായ ജീവനും സ്വഭാവമുള്ള ശക്തികളായിരുന്നു. ഈ നദിക്കും മരത്തിനും കാറ്റിനും ജീവനുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. ഇതിനെയാണ് ആനിമസം എന്ന് വിളിക്കുന്നത്. മൃഗങ്ങളെ അവർ ബഹുമാനിച്ചു. ഗുഹകളിൽ അവർ വരച്ച ചിത്രങ്ങൾ വെറും അലങ്കാരമല്ല, മറിച്ച് പ്രകൃതി ശക്തികളുമായി സംവദിക്കാനുള്ള അവരുടെ വിഷ്വൽ ലാംഗ്വേജ് ആയിരുന്നു. മൃഗങ്ങളെ അന്ന് മെരുക്കി വളർത്തിയിരുന്നില്ല, പക്ഷേ അവരുമായുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു. മനുഷ്യർ മൃഗങ്ങളുടെ പെരുമാറ്റം സൂക്ഷ്മമായി പഠിച്ചു. കലകളിൽ മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അവയോടുള്ള ബഹുമാനവും ആശ്രിതത്വവും ഒപ്പം അവയുമായി തങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്ന സ്വഭാവവുമാണ് കാണിക്കുന്നത്. നായ്ക്കൾ മനുഷ്യരോട് അടുക്കാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിന്റെ അവസാനത്തോടു കൂടിയായിരിക്കാം. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആശയങ്ങൾ പങ്കുവെക്കാനാണ് പ്രതീകങ്ങൾ ആവിർഭവിച്ചത്. ഗുഹാചിത്രങ്ങളും കൊത്തുപണികളും വെറും അലങ്കാരങ്ങളായിരുന്നില്ല, അവ ഒരു വിഷ്വൽ ലാംഗ്വേജ് ആയിരുന്നു. പ്രതീകങ്ങൾ വന്നതോടെ അറിവുകളെ മനസ്സിന് പുറത്ത് സൂക്ഷിക്കാൻ മനുഷ്യന് കഴിഞ്ഞു. ആദ്യമായി ആശയങ്ങൾക്ക് വ്യക്തികളെക്കാൾ കൂടുതൽ ആയുസ് ലഭിച്ചു തുടങ്ങി. മരണത്തോടുള്ള സമീപനമാണ് മനുഷ്യന്റെ അവബോധത്തെ മാറ്റിമറിച്ചത്. മൃതദേഹത്തോടൊപ്പം വസ്തുക്കൾ വെച്ച് സംസ്കരിക്കുന്ന രീതി അക്കാലത്ത് നിലനിന്നിരുന്നു. മരണമെന്നത് അപ്രത്യക്ഷമാകലല്ല, മറിച്ച് ഒരു മാറ്റമാണെന്ന് അവർ വിശ്വസിച്ചു. മരിച്ചവർ ഉപേക്ഷിക്കപ്പെട്ടില്ല, പകരം സ്മരിക്കപ്പെട്ടു. ആവർത്തിച്ചുണ്ടായ നഷ്ടങ്ങളും ദുഃഖങ്ങളും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യകാല സങ്കല്പങ്ങൾക്ക് രൂപം നൽകി.
മരണം ഒരു വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ ആത്മീയത പിറന്നു. വിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വപ്നങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. സ്വപ്നങ്ങളിൽ കണ്ട മരിച്ച ബന്ധുക്കളും അപരിചിത ലോകങ്ങളും അദൃശ്യ ശക്തികളെക്കുറിച്ചുള്ള ധാരണകൾ ബലപ്പെടുത്തി. സസ്യങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അറിവുള്ള ആത്മീയ ചികിത്സകർ ഗോത്രങ്ങളിൽ ഉദയം ചെയ്തു. അവർ പുരോഹിതന്മാരായിരുന്നില്ല, മറിച്ച് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയ മധ്യസ്ഥരായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മീയത എന്നത് തികച്ചും വ്യക്തിപരവും ഗോത്രപരവുമായിരുന്നു. അവിടെ പള്ളികളോ ക്ഷേത്രങ്ങളോ കർക്കശമായ നിയമങ്ങളോ ഉണ്ടായിരുന്നില്ല. ആത്മീയത പഠിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നില്ല, അത് അനുഭവിച്ചറിയേണ്ട ഒന്നായിരുന്നു. അത് ഭയം കുറയ്ക്കാനും ഗോത്രത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കാനും കഠിനമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കുവാനുമുള്ള ഒരു മാനസിക ആയുധമായിരുന്നു. BCE 10,000 ആയപ്പോഴേക്കും മതം പിറന്നിരുന്നില്ലെങ്കിലും അർത്ഥം കണ്ടെത്താനുള്ള മനുഷ്യന്റെ ആഗ്രഹം ജന്മമെടുത്തു കഴിഞ്ഞിരുന്നു. ആത്മീയത അന്ന് നിശബ്ദവും വ്യക്തിപരവും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. രാത്രികാലത്തെ തീനാളവും നിഴലുകളും കഥകളും പോലെ 10,000 വർഷങ്ങളായി തണുപ്പും കുടിയേറ്റവും രൂപപ്പെടുത്തിയ താളത്തിലായിരുന്നു മനുഷ്യജീവിതം. എന്നാൽ BCE 15,000 ആ ലോകം നിശബ്ദമായി മാറാൻ തുടങ്ങി. സുദീർഘമായ മഞ്ഞുയുഗത്തിന്റെ പിടിയായിരുന്നു. താപനില ഉയർന്നതോടെ ഹിമാനികൾ പിൻവാങ്ങി. പ്രകൃതി നൽകിയ സമ്മാനമെന്ന് കരുതിയ ഈ മാറ്റം യഥാർത്ഥത്തിൽ അതിജീവനത്തിനുള്ള വലിയൊരു കെണിയായിരുന്നു. പുൽമേടുകൾ കാടുകളായി മാറി, പുഴകൾ ഗതി മാറി. കാലങ്ങളായി മനുഷ്യൻ വേട്ടയാടിയിരുന്ന കൂറ്റൻ മൃഗങ്ങൾ വംശനാശത്തിന്റെ വക്കിലെത്തി. ഇത് വേട്ടയാടൽ തന്ത്രങ്ങൾ മാറ്റാൻ മനുഷ്യനെ നിർബന്ധിതനാക്കി. ഇന്ത്യയിൽ മൺസൂൺ ശക്തമായെങ്കിലും അത് പ്രവചനാതീതമായി മാറി. മഴയും വരൾച്ചയും മാറി മാറി വന്നതോടെ തണ്ണീർത്തടങ്ങൾ വികസിച്ചു. വിഭവങ്ങൾ കൂടുതലുള്ള ഇടങ്ങളിൽ മനുഷ്യൻ വീണ്ടും വീണ്ടും മടങ്ങിയെത്താൻ നിർബന്ധിതനായി. ഒരു കാലത്ത് സ്വതന്ത്രമായി സഞ്ചരിച്ചിരുന്നവർ ഇപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി. ജനസംഖ്യ വർദ്ധിച്ചതോടെ ഗോത്രങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ പതിവായി. മുമ്പ് സഞ്ചാരമായിരുന്നു ഏറ്റവും വലിയ സുരക്ഷിതത്വം. എന്നാൽ ഇപ്പോൾ സഞ്ചാരം മത്സരത്തിനും സംഘർഷത്തിനും വഴിയൊരുക്കി. ഒരിടത്തു നിന്ന് മാറിപ്പോകുന്നത് ഭക്ഷണം ഉറപ്പു നൽകുന്ന ഒന്നല്ലാതായി മാറി. ഈ സമയത്താണ് മനുഷ്യൻ പ്രകൃതിയിലെ ഒരു രഹസ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ചില സസ്യങ്ങൾ ഒരേ സ്ഥലങ്ങളിൽ കൃത്യമായി വീണ്ടും വീണ്ടും വളരുന്നു. കാട്ടുധാന്യങ്ങളും കിഴങ്ങുകളും ഋതുചക്രങ്ങൾ പിന്തുടരുന്നത് അവർ കണ്ടു. ഇത് കൃഷിയായിരുന്നില്ല, മറിച്ച് നിരീക്ഷണം ഒരു പ്രതീക്ഷയായി മാറുകയായിരുന്നു. ഭക്ഷണം സൂക്ഷിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യം വർദ്ധിച്ചു. വിത്തുകളും ഉണങ്ങിയ മാംസവും അവർ ശേഖരിച്ചു തുടങ്ങി. സംഭരിച്ചു വെച്ച ഭക്ഷണത്തിന് കാവൽ നിൽക്കേണ്ടി വന്നതോടെ ദൂരയാത്രകൾ കുറഞ്ഞു. താൽക്കാലിക താവളങ്ങൾ അർത്ഥസ്ഥിരമായി മാറി. ഇത് അത്യാഗ്രഹം കൊണ്ടെടുത്ത തീരുമാനമായിരുന്നില്ല, മറിച്ച് ജാഗ്രത കൊണ്ട് ഉണ്ടായതായിരുന്നു. മനുഷ്യനെ കൃഷിയിലേക്ക് തള്ളിവിട്ടത് ബുദ്ധിയോ പുരോഗതിയോ അല്ല, മറിച്ച് അതിജീവിക്കാനുള്ള സമ്മർദ്ദമായിരുന്നു. കൃഷി എന്നത് ഉടനെ മെച്ചപ്പെട്ട ഒരു ജീവിതം നൽകിയതുമില്ല. അത് കൂടുതൽ കഠിനവും രോഗങ്ങൾ നിറഞ്ഞതുമായിരുന്നു. എന്നിട്ടും കുടിയേറ്റത്തിന് നൽകാൻ കഴിയാത്ത ഒന്ന് കൃഷി വാഗ്ദാനം ചെയ്തു: പ്രവചനക്ഷമത. നാഗരികത നമ്മെ കൂടുതൽ ബുദ്ധിയുള്ളവരാക്കിയതല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന രീതിയെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. BCE 50,000 മുതൽ 10,000 വരെയുള്ള കാലഘട്ടത്തിലെ മനുഷ്യർ നമ്മുടെ അപൂർണ രൂപങ്ങളായിരുന്നില്ല. അവർ തങ്ങളുടെ ലോകവുമായി സന്തുലിതാവസ്ഥയിൽ ജീവിച്ചിരുന്ന സമ്പൂർണ്ണ മനുഷ്യരായിരുന്നു.
BC 10,000-ൽ എത്തുമ്പോഴേക്കും പഴയ സ്വതന്ത്ര മനുഷ്യൻ പതുക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. പ്രകൃതിയെ കീഴടക്കണമെന്ന ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് മനുഷ്യൻ മണ്ണ് ഉഴുതു തുടങ്ങിയത്. വേട്ടക്കാരന്റെ യുഗം അവസാനിച്ചത് ഒരു വിജയത്തിലല്ല, മറിച്ച് അനിവാര്യമായ ഒരു മാറ്റത്തിലായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച മനുഷ്യൻ പതുക്കെ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു കർഷകനായി മാറി തുടങ്ങി. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നഗരങ്ങളിലേക്കും സിന്ധു നദീതട നാഗരികതയിലേക്കുമുള്ള വാതിൽ തുറന്നത്. ഈ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ വെറും കഥകളല്ലേ? എഴുതപ്പെട്ട ചരിത്രം പോലും ഇല്ലാത്ത കാലത്തെ കാര്യങ്ങൾ ഇത്ര കൃത്യമായി എങ്ങനെ പറയാൻ കഴിയും എന്നൊരു സംശയം ആർക്കും തോന്നാം. ഇത് വെറും ഫാന്റസിയല്ല, മറിച്ച് കഠിനമായ ശാസ്ത്രീയ പഠനങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്തതാണ്. നമ്മൾ ഈ നിഗമനങ്ങളിൽ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് 3 പ്രധാന തെളിവുകൾ പറയാം. പുരാവസ്തു തെളിവുകൾ. മനുഷ്യൻ ഉപേക്ഷിച്ചു പോയ വസ്തുക്കൾ കാലത്തെ അതിജീവിച്ച് നമുക്ക് കഥകൾ പറഞ്ഞു തരുന്നു. BC 50,000 കാലഘട്ടത്തിലെ കല്ലായുധങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവയുടെ നിർമ്മാണ രീതി പരിശോധിച്ചാൽ ആ മനുഷ്യരുടെ ബുദ്ധിശക്തിയും ആസൂത്രണവും നമുക്ക് മനസ്സിലാക്കാം. പുരാതന മനുഷ്യരുടെ അസ്ഥികളിലും പല്ലുകളിലും കാണപ്പെടുന്ന ഐസോട്ടോപ്പുകൾ പരിശോധിച്ചാൽ അവർ ഏതു തരത്തിലുള്ള ആഹാരമാണ് കഴിച്ചിരുന്നതെന്നും ഏതുതരം ജലമാണ് കുടിച്ചിരുന്നതെന്നും അവർക്ക് എന്ത് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അവർ എത്ര കാലം ജീവിച്ചു എന്നൊക്കെ മനസ്സിലാക്കാം. പല്ലിലെ ഇനാമൽ പരിശോധിക്കുന്നതിലൂടെ ഒരു വ്യക്തി തൻ്റെ കുട്ടിക്കാലം എവിടെയാണ് ചെലവഴിച്ചതെന്നും പിന്നീട് എങ്ങോട്ടേക്കാണ് കുടിയേറിയതെന്നും ശാസ്ത്രീയമായി തെളിയിക്കാം. ഉദാഹരണത്തിന്, വേട്ടയാടി നടന്നവർക്ക് കർഷകരെക്കാൾ കരുത്തുള്ള എല്ലുകൾ ഉണ്ടായിരുന്നു എന്ന് അസ്ഥി പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത് വെറും ഊഹമല്ല, മറിച്ച് കെമിസ്ട്രിയാണ്. ജനിതക ശാസ്ത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള DNA ഒരു വലിയ ചരിത്ര പുസ്തകമാണ്. ആധുനിക മനുഷ്യരുടെ ജനിതക ഘടന പരിശോധിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നുവെന്നും ഏത് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയെന്നും ശാസ്ത്രജ്ഞർക്ക് മാപ്പ് ചെയ്യാൻ കഴിയും. നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ പവർ ഹൗസായ മൈറ്റോകോൺട്രിയയിൽ അതിൻ്റെതായ DNA ഉണ്ട്. ഇതിന്റെ പ്രത്യേകത അത് അമ്മയിൽ നിന്ന് മക്കളിലേക്ക് മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടൂ എന്നതാണ്. ഇത് കാലക്രമേണ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതിനാൽ ലക്ഷക്കണക്കിന് വർഷം പിന്നിലേക്ക് സഞ്ചരിച്ച് നമ്മുടെ ആദിമ മാതാവിനെ കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞു. ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കും മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കും മനുഷ്യൻ എപ്പോൾ കുടിയേറിയെന്ന് കൃത്യമായി മാപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പഠനങ്ങളാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തും നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾക്ക് പ്രത്യേക ശൈലികളുണ്ട്. ഇതിനെ ടൈപ്പോളജി എന്ന് വിളിക്കുന്നു. ഫ്രാൻസിലെ ഒരു ഗുഹയിൽ കണ്ട അതേ ആയുധ നിർമ്മാണ രീതി തെക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ കാണുമ്പോൾ മനുഷ്യർക്കിടയിലുണ്ടായിരുന്ന അറിവിന്റെ കൈമാറ്റവും സഞ്ചാരപഥവും നമുക്ക് ബോധ്യപ്പെടുന്നു. നരവംശ ശാസ്ത്ര പഠനങ്ങൾ. ഇന്നും ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ, ഉദാഹരണത്തിന് ആമസോൺ വനങ്ങളിലോ ആൻഡമാൻ ദ്വീപുകളിലോ പുറം ലോകവുമായി ബന്ധമില്ലാതെ ആദിമ രീതിയിൽ ജീവിക്കുന്ന ഗോത്രവർഗക്കാരുണ്ട്. ഇവരുടെ സാമൂഹിക ബന്ധങ്ങൾ, ഭക്ഷണരീതി, പങ്കുവയ്ക്കൽ സ്വഭാവം എന്നിവ നിരീക്ഷിക്കുന്നതിലൂടെ 50,000 വർഷം മുമ്പുള്ള നമ്മുടെ പൂർവികർ എങ്ങനെയായിരിക്കാം ജീവിച്ചിരുന്നതെന്ന് എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു ഹൈപ്പോത്തിസിസ് രൂപീകരിക്കാൻ നരവംശ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുന്നു. പുരാവസ്തു കാലാവസ്ഥാ പഠനം. ഭൂമിയുടെ പാളികൾ, മഞ്ഞുപാളികൾ, പുരാതന പരാഗങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിലൂടെ പണ്ട് ഏതു കാലത്താണ് മഴ പെയ്തിരുന്നത്, എപ്പോഴാണ് മഞ്ഞുയുഗം അവസാനിച്ചത്
എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യൻ തൻ്റെ ജീവിത രീതി മാറ്റിയതെന്ന് ഇതിലൂടെ ഉറപ്പിക്കാം. നമ്മൾ ഈ അവതരിപ്പിച്ച വിവരങ്ങൾ ഭാവനയിൽ വിരിഞ്ഞതല്ല. ജനിതക ശാസ്ത്രം, പുരാവസ്തുശാസ്ത്രം, കാലാവസ്ഥാ പഠനങ്ങൾ എന്നിവ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പസിലിന്റെ ഭാഗമാണിത്. ശാസ്ത്രത്തിന്റെ ഈ ഉറച്ച അടിത്തറയിലാണ് ഹീൽ സ്റ്റോറിയയുടെ ഓരോ കഥയും കെട്ടിപ്പടുത്തിയിരിക്കുന്നത്.